ഹായ് ഓൾ, എൻ്റെ പേര് സുഹറ ഫർസാന. ഞാൻ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 23 DH എക്സാം ക്ലിയർ ചെയ്തത്. ഫസ്റ്റ്ലി ബിഗ് താങ്ക്സ് ടു ഡോക്ടർ ആൻഡോ സാർ, പിന്നെ എൻ്റെ മെൻറ്ററായ ചിന്നു മാം. ആൻഡോ സാറിൻ്റെ ബേസിക് ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. കാരണം സാർ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഓരോ ടോപ്പിക്സും കവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ടഫായിട്ട് തോന്നിയ പല ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായാലും മാത്രമല്ല ഒക്കെ പെട്ടെന്ന് ഓർത്തെടുക്കാനൊക്കെ ആയിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ എൻ്റെ മെൻറ്ററായ ചിന്നു മാം ആണെങ്കിൽ എനിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മാമിനോട് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. മാത്രമല്ല അതിനൊക്കെ മാം പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ തന്നിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഫസ്റ്റ്ലി ഞാൻ സാറിൻ്റെ ആൻഡോ സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് കവർ ചെയ്തു. എന്നിട്ട് ഞാൻ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഫോക്കസ് ചെയ്യുക ചെയ്തത്. ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ നിന്ന് തന്നെ കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എനിക്ക് എക്സാമിന് ചോദിച്ചിരുന്നു. പിന്നെ എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് ടഫാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നല്ല ഈസിയാണെന്നും പറയാൻ പറ്റില്ല. ഒരു മീഡിയം ലെവലായിരുന്നു എക്സാമിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ. അതിലാണെങ്കിൽ കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ നിന്ന് ചോദിച്ചിരുന്നു. പിന്നെ ഇനിയുള്ള സ്റ്റുഡൻസ്, എക്സാം എഴുതാനിരിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് മെയിനായിട്ട് നോക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ആണ്. അതിൽ നിന്ന് കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ അത് കുറേ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 3-4 വട്ടമായിട്ട് റിവൈസ് ചെയ്യുക. പിന്നെ അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോവുക. അത് കഴിഞ്ഞതിന് ശേഷം അറിയാത്ത ക്വസ്റ്റ്യൻസിലോട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറേ ടൈം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാൽക്കുലേഷൻസ് പാർട്ട് അതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് വൺസ് അഗൈൻ ഓൾ താങ്ക്സ് ടു മെഡ്ബെഞ്ചർ ടീം.